അപ്പൊ ദേ നമ്മുടെ മീൻ തിളച്ചോ നമുക്ക് നോക്കാം. ഒരു 5-6 മിനിറ്റ് ആയി നമ്മൾ അടുപ്പ് വെച്ചിട്ട് നമുക്ക് അടപ്പ് പൊക്കി നോക്കാം. അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മീൻ തിളച്ചിട്ട് ഈ പുളി ഇടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീനും പുളിയും കൂടെ അങ്ങ് വെക്കുമ്പോൾ ഈ പുളി അങ്ങ് വെന്ത് അലുത്ത് പോകും. നമുക്ക് പുളിയായിട്ട് കിട്ടത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഈ മീൻ ഇങ്ങനെ പുളിയായിട്ട് കിടക്കണം. അതിനാണ് നമ്മൾ ഈ മീൻ തിളച്ച് കഴിയുമ്പോൾ ഈ പുളിയും പച്ചമുളകും കൂടെ നമ്മൾ ഇടുന്നതിനകത്ത്. ഇനി മീനിന് പകുതി വേവും കൂടി ഉള്ളൂ അല്ലേ? അതായത് പുളി വെന്ത് കഴിയുമ്പോ നമുക്ക് മീൻ വാങ്ങാം. ടൈം അല്ല, നമ്മളൊരു പകുതി വേവ് മീനായി കഴിയുമ്പോഴാണ് പുളി ഇടുന്നത് അല്ലെ? പുളിയും പച്ചമുളകും കൂടി ഇടുന്നത്. അപ്പൊ നമ്മുടെ പുളി എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ അതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയുണ്ട് ഇതിനകത്ത് കുറെ സാധനങ്ങൾ ഒരു സാധനം ചേർക്കാനുണ്ട്. ഇപ്പൊ കാണുമ്പോ പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നുന്നു, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നല്ല നല്ല അടിപൊളി കറിയായിട്ട് വരും. ഇപ്പൊ നമുക്ക് ഒരു കതുപ്പ് കറിവേപ്പിലയും കൂടെ നല്ല ഫ്രഷ് കറിവേപ്പില. കറിവേപ്പില നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അതായത് നമ്മുടെ മീൻ തിളച്ചോ നമുക്ക് നോക്കാം. ഒരു 5-6 മിനിറ്റ് ആയി നമ്മൾ അടുപ്പ് വെച്ചിട്ട് നമുക്ക് അടപ്പ് പൊക്കി നോക്കാം. അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മീൻ തിളച്ചിട്ട് ഈ പുളി ഇടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മീനും പുളിയും കൂടെ അങ്ങ് വെക്കുമ്പോൾ ഈ പുളി അങ്ങ് വെന്ത് അലുത്ത് പോകും. നമുക്ക് പുളിയായിട്ട് കിട്ടത്തില്ല. അപ്പൊ അതിനാണ് നമ്മൾ ഈ മീൻ ഇങ്ങനെ പുളിയായിട്ട് കിടക്കണം. അതിനാണ് നമ്മൾ ഈ മീൻ തിളച്ച് കഴിയുമ്പോൾ ഈ പുളിയും പച്ചമുളകും കൂടെ നമ്മൾ ഇടുന്നതിനകത്ത്. ഇനി മീനിന് പകുതി വേവും കൂടി ഉള്ളൂ അല്ലേ? അതായത് പുളി വെന്ത് കഴിയുമ്പോ നമുക്ക് മീൻ വാങ്ങാം. ടൈം അല്ല, നമ്മളൊരു പകുതി വേവ് മീനായി കഴിയുമ്പോഴാണ് പുളി ഇടുന്നത് അല്ലെ? പുളിയും പച്ചമുളകും കൂടി ഇടുന്നത്. അപ്പൊ നമ്മുടെ പുളി എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ അതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയുണ്ട് ഇതിനകത്ത് കുറെ സാധനങ്ങൾ ഒരു സാധനം ചേർക്കാനുണ്ട്. ഇപ്പൊ കാണുമ്പോ പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നുന്നു, പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നല്ല നല്ല അടിപൊളി കറിയായിട്ട് വരും. ഇപ്പൊ നമുക്ക് ഒരു കതുപ്പ് കറിവേപ്പിലയും കൂടെ നല്ല ഫ്രഷ് കറിവേപ്പില. കറിവേപ്പില നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലേ? ഇനി നമുക്കൊന്ന് അടയ്ക്കാം.